ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പൊ ഫ്രേസൽ വെർബ് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ഫ്രേസൽ വെർബിന്റെ മാർക്ക് മേടിക്കാൻ വേണ്ടി പോകട്ടെ. നമ്മൾ ഈസി ആയിട്ടോ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് സാറെ ഫ്രേസൽ വെർബിന്റെ മാർക്ക് മേടിക്കുക? നമ്മൾ ആദ്യം ഫ്രേസൽ വെർബ് ഓപ്ഷൻ നോക്കുക. കണ്ട, പുട്ട് അപ്പ് വിത്ത് അർത്ഥം എന്താ? പുട്ട് അപ്പ് വിത്ത് ടോളറേറ്റ് അർത്ഥം നോക്കുക. അർത്ഥം എഴുതി വെക്കണേ. പുട്ട് അപ്പ് വിത്ത്, ഐ കാണ്ട് പുട്ട് അപ്പ് വിത്ത് യുവർ സ്മെൽ, എനിക്ക് എന്റെ മണം സഹിക്കാൻ പറ്റണില്ല. ഓക്കെ, അടുത്ത സെറ്റപ്പ് അർത്ഥം മക്കളെ ബിൽഡ്. സെറ്റപ്പ് പറഞ്ഞ ബിൽഡ് അല്ലെ, നല്ലൊരു സെറ്റപ്പ്. ഞാനൊരു പുതിയൊരു സെറ്റപ്പ് സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറഞ്ഞില്ലേ, തുടങ്ങാൻ വേണ്ടി അല്ലെ, ഞാൻ ഒരു സ്റ്റാർട്ടപ്പ് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്, തുടങ്ങി ആരംഭിക്കാന്ന് പറയുന്നത്. കം അക്രോസ് എന്ന് പറഞ്ഞാൽ മീറ്റ് ബൈ ചാൻസ്, അവിചാരിതമായിട്ട് കണ്ടുമുട്ടുക, അതാണ് കം അക്രോസ് എന്ന് പറയാം കേട്ടോ. ക്ലിയർ. മേക്കപ്പ് വൺസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ടു റീച്ച് എ ഡിസിഷൻ, അല്ലെങ്കിൽ നമ്മൾ ഡിസൈഡ് ചെയ്യുക, തീരുമാനിക്കുക എന്നൊക്കെ പറയുന്ന അർത്ഥം കേട്ടോ. ഡിസൈഡ് ചെയ്യുക എന്നൊക്കെ പറയുന്ന അർത്ഥം. ടേക്കൺ എ ബാക്ക് എന്ന് പറഞ്ഞാൽ സർപ്രൈസ് അല്ലെ, ടേക്കൺ എ ബാക്ക് സർപ്രൈസ് അല്ലെ, ടേക്കൺ എ ബാക്ക് സർപ്രൈസ് എന്ന് പറയുന്ന അർത്ഥമാണ് കേട്ടോ, അല്ലെങ്കിൽ ഷോക്കായി എന്ന് പറയുന്ന അർത്ഥം. അത് സെറ്റ് ഔട്ട് ഫുള്ള് സെറ്റ് ചെയ്ത് നമ്മൾ പുറത്തു പോകലടാ, ഔട്ട് അല്ലേ, സ്റ്റാർട്ട് ജേർണി എന്ന് പറയുന്ന അർത്ഥമാണ്. അപ്പൊ നമ്മൾ അർത്ഥം എഴുതി വെച്ചു. ഇനി നമ്മൾ നേരെ എന്താണ് ഇത് സ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ബബ്ലു അല്ലെ, നമ്മളെ ബബ്ലു എന്ന് പറയുന്ന ക്യാരക്ടർ ആട്ടോ. ബബ്ലു ഡാഷ് ടു ഗിവ് ഗൗരി എ ഗിഫ്റ്റ്. അപ്പൊ ഗൗരിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ബബ്ലു എന്ത് ചെയ്തു പറ, തീരുമാനിച്ചു. മേക്ക് അല്ലെ, മേക്കപ്പ് വൺസ് മൈൻഡ് എന്ന് പറയുന്ന ഉത്തരാട്ടോ. മേക്കപ്പ് വൺസ് മൈൻഡ്, മേക്കപ്പ് വൺസ് മൈൻഡ്, വൺസ് മൈൻഡ് അല്ലെ, വൺസ് മൈൻഡ്. അപ്പൊ ഡിസൈഡ് ചെയ്തു, തീരുമാനിച്ചു. എന്തിന്? ടു ഗിവ് ഗൗരി എ ഗിഫ്റ്റ്, ഗൗരിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. കീപ്പിംഗ് ഇൻ ഹിസ് മൈൻഡ്, അദ്ദേഹത്തിന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു ഹെർ ഹെൽത്ത്, അവളുടെ ഹെൽത്തും അല്ലെ, ആൻഡ് ഹൈജീൻ, വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഹി ഡാഷ് ടു നിയർ ബൈ എ സ്റ്റോർ അല്ലെ, ഹി ഡാഷ്, അവൻ ഡാഷ് ടു, എവിടേക്കാ പോയത്? എവിടേക്കാ പോയത്? തൊട്ടടുത്തുള്ള ഷോപ്പിലേക്ക് പോയി എന്നല്ലേ, യാത്ര അല്ലെ, സെറ്റ് ഔട്ട്. അപ്പൊ ഹി സെറ്റ് ഔട്ട് അല്ലെ, ഹി സെറ്റ് ഔട്ട്, അവൻ എന്ത് ചെയ്തു? പോയി. ടു എ നിയർ ബൈ ഷോപ്പ്, തൊട്ടടുത്തുള്ള ഷോപ്പിലേക്ക് കേട്ടോ. ആൻഡ് ആസ്ക്ഡ് ഫോർ പാക്ക് ഓഫ് നാപ്കിൻസിന് വേണ്ടി അദ്ദേഹം ചോദിച്ചു. ബാബു വാസ്, ആ സമയത്ത് ബാബു എന്തായെന്ന് അറിയോ? ബൈ ദ എക്സോർബിറ്റന്റ് പ്രൈസ്, ആ പ്രൈസ് കേട്ടിക്കൊണ്ട് അവൻ എന്തായി പറ, ഞെട്ടി അല്ലെ. അപ്പൊ ടേക്കൺ എ ബാക്ക് അല്ലെ, സർപ്രൈസ് ആയി. അവിടെ പറ, ടേക്കൺ എ ബാക്ക് എന്ന് പറയുന്ന ഫ്രേസൽ വെർബ് വന്നത്. ക്ലിയർ അല്ലേ മക്കളെ? ഈസി. അടുത്ത് നോക്കോളൂ കേട്ടോ, ശ്രദ്ധിക്കുക. എവിടെ? ബട്ട് ഷീ കുഡ് നോട്ട്, നോക്കൂ, ബാക്ക് ഹോം, വീട്ടിലേക്ക് വന്നു. ഹി ഹാൻഡഡ് ഓവർ ദി ഗിഫ്റ്റ് ഗൗരി, അങ്ങനെ ഗൗരിക്ക് ഇവൻ എന്ത് ചെയ്തു? ഗിഫ്റ്റ് കൊടുത്തു. ബട്ട് ഷീ കുഡ് നോട്ട്, പക്ഷെ അവൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചില്ല? ഷീ കുഡ് നോട്ട്, അവൾക്ക് സാധിച്ചില്ല. ഡാഷ് ഇസ് ഐഡിയ, അവന്റെ ഐഡിയ ഉണ്ടാവില്ലേ അല്ലെ, ഐഡിയ സ്പെൻഡിങ് മണി, ഈ പൈസ ചെലവാക്കുന്ന ഐഡിയ അവൾക്ക് എന്ത് ചെയ്യില്ല, സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ നോട്ട് പുട്ട് അപ്പ് വിത്ത്, ഷീ കുഡ് നോട്ട് പുട്ട് അപ്പ് വിത്ത്, അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഹിസ് ഐഡിയ ഓഫ് സ്പെൻഡിങ് മണി ഓൺ എക്സ്പെൻസീവ് പാഡ്, ഈ എക്സ്പെൻസീവ് പാഡിൽ എന്തിനാണ് പൈസ കളയണത്, അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. However, എന്നിരുന്നാലും ബബ്ലു വാസ് ഡിറ്റർമൈൻഡ്, ബബ്ലു തീരുമാനിച്ചു. എന്തിനു അറിയോ? ടു ഡാഷ് എ ന്യൂ പ്രൊജക്ട്, ടു സെറ്റപ്പ് എ ന്യൂ പ്രൊജക്ട് അല്ലെ, ടു സെറ്റപ്പ് എ ന്യൂ പ്രൊജക്ട്. അപ്പൊ മാഷെ, ഞങ്ങൾ എങ്ങനെയാണ് സാർ ഇത് എഴുതി കൊടുക്കേണ്ടത്? നിങ്ങൾ എഴുതേണ്ടത് ഈ ഒരു രൂപത്തിലാണ് കേട്ടോ. ഇതാണ് ABCD. അപ്പൊ എന്താണ് പറ, മേക്കപ്പ് വൺസ് മൈൻഡ് എന്ന് പറയുന്നതല്ലേ, മേക്കപ്പ് വൺസ് മൈൻഡ്. അപ്പൊ ഇങ്ങനെ എഴുതി കൊടുത്താൽ ശ്രദ്ധിക്കണേ, നമുക്ക് ആ മാർക്കറ്റ് കിട്ടിപ്പോരും. ഇനി തെറ്റിക്കൂലല്ലോ, എഴുതാ സെറ്റാക്ക. ബൈ.